ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഉദിച്ച പത്മത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് കഴിഞ്ഞ വാരങ്ങളിൽ പറഞ്ഞല്ലോ. ഇവിടെ പത്മം എന്നുള്ളതായിരിക്കുന്ന വാക്കും നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കും. എല്ലാ മതഗ്രന്ഥങ്ങളും തന്നെ പ്രപഞ്ചത്തെപ്പറ്റി പറയുന്ന സമയത്തിൽ പത്മശബ്ദം പ്രയോഗിച്ച് കാണുന്നുണ്ട്. വ്യഷ്ടിയെയും സമഷ്ടിയെയും സൂചിപ്പിക്കുന്ന ഒരു സാങ്കേതിക ശബ്ദമാണ് പത്മം. സർ വില്യം ജോൺസ് കണ്ടുപിടിച്ച പോലെ താമരയുടെ വിത്തിനുള്ളിൽ താമരച്ചെടിയുടെ സൂക്ഷ്മരൂപം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സാങ്കേതിക ഭാഷയിൽ പത്മത്തിന് വളരെയധികം പ്രാധാന്യം ഉളവാക്കി. സ്ഥൂലരൂപം എടുക്കുന്നതിന് മുൻപും ലോകത്തിലുള്ള സകലവും സൂക്ഷ്മരൂപത്തിൽ ഉണ്ടെന്നുള്ളതായിരിക്കുന്ന തത്വത്തെ താമര വെളിപ്പെടുത്തുന്നു. വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ പത്മത്തിൻ്റെ കർണികയിലിരുന്ന് കാമവികാരചിഹ്നമായ രക്തവർണ്ണത്തിലൂടെ ബ്രഹ്മാവ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നു. ഈ നാഭീപത്മം അപാരതയുടെ ഗണിതശാസ്ത്രപരമായ കേന്ദ്രത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും അല്ലെങ്കിൽ അതാണ് ഏകമേവ ദ്വിതീയമെന്ന ബ്രഹ്മമെന്നും കൂടി ബ്ലവാട്സ്കി അഭിപ്രായപ്പെടുന്നു. പത്മത്തിന് ഇനിയും ധാരാളം സവിശേഷതകളുണ്ട്. പത്മം അതായത് താമര ചെളിയിൽ നിന്നും മുളച്ച് വെള്ളത്തിലൂടെ ഉയർന്നു പൊങ്ങി ആകാശത്തിൽ വെച്ച് പൂവിടുന്ന ഒന്നാണ്. അതിൻ്റെ ചെളിയിൽ ഉള്ളതായിരിക്കുന്ന വേര് ഭൗതിക പ്രപഞ്ചത്തെയും വെള്ളത്തിനു മീതെ ആകാശത്തിലേക്ക് പൊങ്ങി വിടരുന്ന പൂവ് ആത്മീയ ലോകത്തെയുമാണ് കുറിക്കുന്നത്. അതിനാൽ തന്നെ ബ്രഹ്മാവ് ഉദ്ഭവിച്ച താമരപ്പൂവ് ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ ചിഹ്നമാണെന്ന് പറയാം. സൂക്ഷ്മ പ്രപഞ്ചത്തിൻ്റെ ആകൃതി തന്നെ താമര പോലെയാണ് എന്ന് യോഗി ദൃഷ്ടികൾ കണ്ടറിഞ്ഞിരിക്കുന്നു. ബ്രഹ്മാധിഷ്ഠിതമായ പത്മവും വിഷ്ണുവിൻ്റെ നാഭിയും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന തണ്ട് ഉപരിലോകങ്ങളിൽ നിന്ന് കീഴ് ലോകങ്ങളിലേക്ക് വരുന്ന ശക്തിപ്രവാഹത്തിൻ്റെ പ്രവർത്തന കുഴലിനെ കാണിക്കുന്നു. ആവിർഭാവത്തിൽ ഓരോ ഉപരിലോകവും കീഴ് ലോകത്തോടെ ഒരു പൊൻകമ്പി കൊണ്ട് എന്ന പോലെ സംബന്ധിക്കപ്പെട്ടിരിക്കുന്നു. തിരോഭാവത്തിൽ അതേ പൊന്നൂലിലൂടെ തന്നെ കീഴ്ലോകം മുകൾ ലോകത്തിൽ ചെന്ന് ലയിക്കുകയും ചെയ്യും. ഇതാണ് വിഷ്ണുനാഭിയിൽ നിന്ന് ഉദിച്ച് ബ്രഹ്മാധിഷ്ഠിത പത്മത്തിൽ മുട്ടുന്ന താമരത്തണ്ടിൻ്റെ സാരാർത്ഥം. ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങൾ 4 മഹാമന്വന്തരത്തിലൂടെ അഭിവൃദ്ധിപ്പെട്ട ചന്തോമയങ്ങളായ ശബ്ദങ്ങളുടെ 4 വേദങ്ങളുടെ ചിഹ്നമാണ്. ഹെർബർട്ട് സ്പെൻസുകാരുടെ പക്ഷത്തിൽ പ്രപഞ്ചം 4 താളവ്യവസ്ഥയിലൂടെയാണത്രേ വ്യാപരിക്കുന്നത്. ഒരു കാലത്തിൽ ബ്രഹ്മാവിന് 5 മുഖം ഉണ്ടായിരുന്നു എന്നും ഭഗവാൻ ശിവൻ 5ാമത്തെ ആ മുഖം നുള്ളിക്കളഞ്ഞെന്നും ഉള്ള കഥ പുരാണത്തിൽ വളരെ പ്രസിദ്ധമാണ്. ബ്രഹ്മാവിൻ്റെ ഈ പഞ്ചമുഖത്വം നാരായണ ഭക്തന്മാരായ പ്രാചേതസന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഗുപ്താഗമ പ്രകാരമുള്ള പ്രാചേതസന്മാരിൽ ഒടുവിലത്തെ 3 പേര് ഉൾപ്പെട്ട 5ാമനെ യോഗദീക്ഷയിലെ ഒരു മുഖ്യസ്ഥാനമായി ചതുർമുഖത്തിന് ഉപരിഭാഗത്തുള്ള 5ാം മുഖത്തെ യോഗീശ്വരനായ ശിവൻ നിഗൂഢതയിലേക്ക് മാറ്റിവെച്ചു എന്നാണ് ഈ കഥയ്ക്ക് ബ്ലവാട്സ്കി സംക്ഷിപ്തമായി കൊടുത്തിട്ടുള്ള ആന്തരാർത്ഥ വിവരണം. ബ്രഹ്മാവ് വലത് കൈകൊണ്ട് എപ്പോഴും ജപിച്ചു നീക്കുന്ന സ്ഫടിക മണികളോട് കൂടിയിരിക്കുന്നതായിരിക്കുന്ന അക്ഷമാല പരിണാമഗതിയുടെ രൂപമായ കുടിലഭ്രമണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ള കമണ്ഡലുവിൽ കരുതപ്പെട്ടതും ചുഴികളോടും കൂടി തള്ളി പ്രവഹിക്കുന്നതുമായ ഗംഗയും ആ കുടിലഭ്രമണത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ദേവന്മാർക്കും ദേവതകൾക്കും പ്രത്യേകം ശക്തിദേവതയുമുണ്ട്. സ്ത്രീത്വപരമായ തേജസ് മൂർത്തിമത്തായതിനെയാണ് ശക്തി എന്ന് പറയുന്നത്. സരസ്വതി ദേവിയാണ് ബ്രഹ്മാവിൻ്റെ ശക്തി. സരസ്വതി വിഷ്ണുവിൻ്റെ സഹോദരിയും ലക്ഷ്മി ദേവി ബ്രഹ്മാവിൻ്റെ സഹോദരിയുമാണ് എന്നും ലക്ഷ്മി ദേവിയെ വിഷ്ണു ഭഗവാനും സരസ്വതി ദേവിയെ ബ്രഹ്മദേവനും പാണിഗ്രഹണം ചെയ്തു എന്ന് രഹസ്യത്രയം വിവരിക്കുന്നു. അഥർവ വേദപ്രകാരം ദേവശ്രേഷ്ഠൻ എന്ന് കരുതപ്പെടുന്ന സ്തുതിക്കപ്പെടുന്ന കാമദേവന്റെ പുത്രിയാണ് സരസ്വതി എന്ന വാഗ്ദേവത. ഈ കാമൻ ഓരോ വ്യക്തിയിലും ലിംഗഭേദ സംബന്ധിയായ വികാരരൂപത്തിൽ കുടികൊള്ളുന്ന നാശരഹിതനും സർവോൽപത്തി ഹേതുഭൂതനുമാണെന്ന് പറയപ്പെടുന്നു. ഋഷിമാർ വാഗ്വിരാട്ട് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ ഗോസ്വരൂപിണിയായ വാഗ്ദേവത ജനിച്ചയുടനെ കാമൻ അവളോടുകൂടി ചേർന്നെന്നും അങ്ങനെ അവൾ ഗർഭിണിയായെന്നും ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സകലത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണഭൂതനായ കാമനും പ്രപഞ്ച സ്രാഷ്ടാവായ ബ്രഹ്മാവും ഒന്ന് തന്നെയാണ്. ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ സ്ത്രീയും പുരുഷനുമായി വിഭജിച്ച്
വാഗ്വീശ്വരനിൽ വിരാജനായി അവതരിച്ചു എന്ന് മനു പറയുന്നുണ്ട്. ഈ വാഗ്രൂപിണിയായ സരസ്വതിയെ മഹാഭാരതം വേദമാതാവ് എന്നാണ് വിളിക്കുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ വേദമാതാവാണ് ഈ ലോകം മുഴുവൻ നിർമ്മിച്ചത് എന്ന് വിവരിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ പറയുന്നു: അവർ വാക്കാൽ, ആ ആത്മാവാൽ ഈ സകലത്തെയും സൃഷ്ടിച്ചു. ഋജു സാമാദി ഛന്ദസ്സുകളെയും യജ്ഞത്തെയും പ്രജകളെയും പശുക്കളെയും അങ്ങനെയെല്ലാം തന്നെ. അങ്ങനെ വാഗ്വീശ്വരിയാകുന്ന സ്വശക്തിയോടുകൂടി ചേർന്ന ബ്രഹ്മാവ് വാങ്മയമായ ജഗത്തായി ഭവിച്ചു. സൃഷ്ടിയുടെ ആദ്യ രൂപം വാക്കാണ് എന്നും വാക്കിൽ നിന്നുമാണ് ദേവന്മാരും മനുഷ്യരും സകലവിധ ചരാചരങ്ങളും ഉണ്ടായി വന്നത് എന്നും ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശ്രീമൽ ശങ്കരാചാര്യർ ഉറപ്പിക്കുന്നുണ്ട്. ജഗത്തിന്റെ ഉൽപ്പത്തി ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് വേദങ്ങൾ സിദ്ധാന്തിക്കുമ്പോൾ അത് വാക്കിൽ നിന്നാണ് എന്ന് എങ്ങനെ പറയാൻ കഴിയും എന്നുള്ള ആ ഒരു പൂർവപക്ഷമെടുത്തിട്ട് ആചാര്യസ്വാമികൾ തന്നെ അതിന് ഉത്തരവും കൊടുത്തിരിക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ അതിനെ സൂചിപ്പിക്കുന്ന വാക്ക് ആദ്യം മനസ്സിൽ സങ്കല്പിച്ചിട്ടേ ആ പ്രവൃത്തി ചെയ്യാറുള്ളൂ, അല്ലേ? അതുപോലെ ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപായി വേദത്തെ ഉദിപ്പിച്ചു. അതുകൊണ്ടാണ് ഭൂ എന്നുള്ളതായിരിക്കുന്ന ശബ്ദം ഉച്ചരിക്കപ്പെടുന്നതോടുകൂടി ഭൂമി ഉണ്ടായി എന്നും മറ്റും വേദങ്ങളിൽ കാണുന്നത്. ബ്രഹ്മാവിന്റെ പത്നിക്ക് യോഗവാസിഷ്ഠത്തിൽ ലീല എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വളരെ അർത്ഥവത്താണ്. കാരണം ഈശ്വരന്റെ ലീലയാണല്ലോ സൃഷ്ടി എന്ന് പറയുന്നത്.